ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഞാൻ സനൂന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം മാതൃഭൂമി പേപ്പർ വഴിക്ക് ഞാൻ 2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. നല്ല റെസ്പോൺസായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വളരെ ഫാസ്റ്റായിട്ട് ലോകം മുഴുവൻ അറിയിക്കാനും എല്ലാം പറ്റുന്ന ഒരു രൂപ ചിലവില്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന വലിയൊരു മാധ്യമമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതിന് ഉദാഹരണം ഇതിന് മുന്നേ ഒരു മോൻ മരിച്ചത്, ജിമ്മിൽ മരിച്ചു വീണു, അതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര റെസ്പോൺസായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. ഇതും നല്ല റെസ്പോൺസായിരുന്നു. ഈ കുട്ടിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്ത വഴിക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട്. പലരും വിളിച്ചു ചോദിച്ചിരുന്നു. നമുക്ക് പിന്നെ അവരുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കോഴിക്കോട് എന്ന് പറയാൻ നല്ലതാണ്, എനിക്ക് അറിയാവുന്നൊരു കുട്ടിയല്ലല്ലോ. എന്നിരുന്നാലും നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കുക. അത് വലിയൊരു മാധ്യമമാണ്, ഒരു സംശയം വേണ്ട. ഇന്ന് നാടിൻ്റെ സ്പന്ദനങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ വഴിക്കാണ് നടക്കുന്നത്. അത് ഞാൻ കാണിച്ച റിപ്പോർട്ട് പേപ്പറിൽ, മാതൃഭൂമി പേപ്പറിൽ വീണ്ടും ഇത്ര പെട്ടെന്ന് റിസൾട്ട് വരുന്നത്. സനൂനയ്ക്ക് വീടൊരുങ്ങും പ്രഖ്യാപനവുമായി BLM ഗ്രൂപ്പ്. എന്ത് പറഞ്ഞാലും വളരെ നല്ല കാര്യം. കുട്ടിക്ക് അവർക്ക് വേണ്ട സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ എല്ലാവരും വഴിക്കും കിട്ടട്ടെ. എന്തായാലും മാതൃഭൂമി പേപ്പറിനും അതോടൊപ്പം തന്നെ ആ ലേഖയ്ക്കും ഇതിൻ്റെ ഒപ്പം നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പേപ്പർ വഴിയും അങ്ങനെ വരുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ നല്ല ദാനം ചെയ്യാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും ഏറ്റവും നല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റാണ്, ഒരു സംശയം വേണ്ട. അത് വീണ്ടും തെളിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന് വേണ്ട സഹായങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് പേപ്പർ വഴിയും പിന്നെ TV വഴിയും മാധ്യമങ്ങൾ വഴിയും നമ്മൾ മാക്സിമം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. സാധാരണക്കാരായാലും പണക്കാരനായാലും എല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളായ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.